വയനാട്ടിൽ വനത്തിൽ അതിക്രമിച്ച് കയറിയ യൂട്യൂബർമാർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. കോഴിക്കോട് ചാലപ്പുറം സ്വദേശി സാഗർ ഉൾപ്പെടെ 7 പേരെ പ്രതിയേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ അനുമതിയില്ലാതെ 5 ബൈക്കുകളിലായി വന്യജീവികൾ നിറഞ്ഞ വനത്തിനുള്ളിലൂടെ വീഡിയോ ചിത്രീകരിച്ച് യാത്ര ചെയ്തു എന്നതിനാണ് കേസ്. കമലുണ്ട്. കമൽ, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ, ഇവരുടെ പ്രതികരണം ഉൾപ്പെടെ, വനം വകുപ്പിന്റെ പ്രതികരണം ഉൾപ്പെടെ? സതീഷ്, ഇവരുടെ പ്രതികരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവർ ട്രാവലോഗ്സ് ഓഫ് വൈശാഖ് എന്ന ഒരു ഇൻസ്റ്റാ പേജിലോ മറ്റോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നാണ് വനംവകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. വന്യജീവികൾക്ക് ശല്യമാവുന്ന വിധത്തിൽ വനത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരിച്ചു. 5 ബൈക്കുകളുമായി അനുമതിയില്ലാതെ വനത്തിലൂടെ യാത്ര ചെയ്ത് വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ആ കേസ്. കോഴിക്കോട് ചാലപ്പുറത്തെ മൂരിയാട് സ്വദേശിയായ കത്യൻവീട് സാഗർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ വനത്തിനുള്ളിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നാണ് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ അറിയിച്ചിരിക്കുന്നത്. ഇത് ഏത് വനമേഖലയിലാണ്? വളരെ സംരക്ഷിത മേഖലയിലാണോ അതോ സാധാരണ പ്രധാനപ്പെട്ട പാത കടന്നു പോകുന്ന ഇരുവശം വനവുമുള്ള അത്തരം മേഖലകളും ഉണ്ടല്ലോ? രതീഷ് ഉദ്ദേശിക്കുന്നത് പോലെ തിരുനെല്ലിക്കോ അല്ലെങ്കിൽ മുത്തങ്ങയ്ക്കോ പോകുന്ന പ്രധാന പാതകളിലല്ല. ഈ പാതിരി വനം എന്ന് പറയുന്നത് സൗത്ത് വയനാട് ഡിവിഷനിൽ ചെതലയം റേഞ്ചിലുള്ള മേഖലയാണ്. ഏതാണ്ട് പൂർവ്വദ്വീപിനൊക്കെ അടുത്ത് പാക്കം, പുൽപ്പള്ളി ആ ഭാഗത്തുള്ള ഒരു വനമേഖലയാണ്. അവിടെ നമുക്ക് ലഭിച്ച ആ ചിത്രം അനുസരിച്ച് വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗേറ്റ്, എനിക്ക് തോന്നുന്നു വനഗ്രാമമായ ചേകാടിയിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റ് ആണ് എന്നാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. അവിടെ സന്ധ്യ മയങ്ങിയാൽ വളരെ അപകടം പിടിച്ചൊരു മേഖലയാണ്. പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നത് വലിയ റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. പകൽ പോലും ആനയുണ്ടാകുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് ഇവർ ഈ രാത്രി ബൈക്ക് ഓടിച്ച് പോയിരിക്കുന്നത്. ശരി, അപകടകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല വനനിയമങ്ങളുടെ ലംഘനവുമുണ്ട്. ആ സാഹചര്യത്തിൽ കേസെടുത്തുവെന്നാണ് വനംവകുപ്പ് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നതെന്നാണ് വയനാട്ടിൽ നിന്ന് കമൽ റിപ്പോർട്ട് ചെയ്യുന്നത്.